ഹായ് ഹലോ നമസ്കാരം. സോ ഞാൻ ഒരുപാട് നാളത്തെ ബ്രേക്കിന് ശേഷം ഇന്ന് തൃശ്ശൂർ ചേറൂർ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഇന്ന് നമുക്കൊരു കൊച്ചു വ്ളോഗ് ചെയ്യാം. ഇവിടെ അമ്മ ഇന്ന് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, ക്വിക്കായിട്ട്. എങ്ങനെ ഞാനിവിടെ വരുമ്പോഴൊക്കെ അമ്മ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി തരാറുണ്ട്. അപ്പോൾ ഇന്ന് അമ്മ ഉണ്ടാക്കുന്ന വെജിറ്റബിൾ ബിരിയാണി നമുക്കൊരു കൊച്ചു വ്ളോഗായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്നുണ്ടെങ്കിൽ അമ്മേനെ ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അമ്മയ്ക്ക് സംസാരിക്കാനോ ഒക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ നമ്മൾ അമ്മയെ കാണിക്കാത്ത അഡ്ജസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യണം എന്നുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് ഷൂട്ട് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നത്. നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാം, കാരണം കുറേ നാളായി ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ചെയ്യാം. അപ്പോൾ ഇതാണ് അമ്മയുടെ കിച്ചൺ. അമ്മ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അമ്മയോട് ചോദിക്കാം. ആദ്യം എന്താ ചെയ്തിരിക്കുന്നത്? പറയുമ്പോ എനിക്ക് പറയാറിയാത്തത് കൊണ്ടല്ല അമ്മയോട് ചോദിക്കുന്നത്. പറ, എന്തോ ഓയിലാണോ നെയ്യാണോ എന്തോ ഉപയോഗിച്ചത്, എന്തിനകത്ത് എന്താണ് ആഡ് ചെയ്ത്, ഇപ്പം എന്താ ഇടുന്നത്? പറയുമ്പോ ഇതെന്തോ ഊമകളുടെ കുക്കറി ഷോയോ? പറ. ഇതിപ്പോ എന്തോ ഒഴിച്ചിട്ടുള്ളത്? അപ്പച്ചൻ സപ്പോർട്ട് ചെയ്യുന്നു. പറ. വെജിറ്റബിൾ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് സബോള പകുതി നെയ്യും പകുതി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലൊരു നുള്ളു ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും അത് നന്നായി ക്രിസ്പായിട്ട് വരാനായിട്ട് ചേർത്ത് അത് ഫ്രൈ ചെയ്തെടുക്കുക. എന്തിനാ ഉപ്പും പഞ്ചസാരയും ചേർക്കണം? നോർമലി നമ്മൾ ഉപ്പല്ലേ ഇടുള്ളൂ. ഒരു നുള്ളു പഞ്ചസാര, അത് ആ ടേസ്റ്റിനൊരു നുള്ളു ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം. എല്ലാം അരിയുമ്പോൾ നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം, ഫ്രൈ ആയിട്ട് കിട്ടാൻ. ഞാൻ വെജിറ്റേറിയൻ ആണ്. ഇവിടെ വീട്ടിലുള്ളവരെല്ലാവരും നോൺ വെജ് ഒക്കെ കഴിക്കും. അപ്പോൾ ഞാൻ വരുമ്പോൾ അമ്മ ഇടയ്ക്ക് ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി തരും. ഭയങ്കര നാളാണ്. അമ്മയുടെ അടുത്ത് നമ്മൾ 2 വർഷം ആയിട്ടാണ് ഇപ്പോൾ ചോദിച്ച് അമ്മ ഒരു വീഡിയോ ചെയ്യാമെന്ന് സമ്മതിച്ചത് ആദ്യമായിട്ടാണ്. അപ്പം അമ്മയുടെ മുഖം കാണിക്കരുത്, സൗണ്ട് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. സൗണ്ടും കേൾപ്പിക്കാൻ അമ്മ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ അമ്മയുടെ കൈയും കാലും പിടിച്ചിട്ടാണ് സൗണ്ടെങ്കിലും എടുക്കുന്നത്. കാരണം ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ശരിയാവില്ല, അമ്മ പറഞ്ഞാൽ തന്നെ ശരിയാവുള്ളൂ. അതുകൊണ്ട് അമ്മയോട് നമ്മൾ സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്ത് അമ്മയെ വീഡിയോയിൽ കാണിക്കരുതെന്ന് അമ്മ പ്രത്യേക എഗ്രിമെൻ്റ് ഒക്കെ വെച്ചിട്ടാണ് അമ്മ ഈ വീഡിയോ ചെയ്തു തരും. അമ്മ തലയായിട്ടുന്നുള്ളൂ, ഉമ്മെന്ന് പറ പോലും പറയുന്നില്ല. അത് ഇതുപോലെ കാഷ്യൂനട്ടും പിന്നെ ഈ മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്ത് ഇതുപോലെ ഒരു നല്ല കണ്ടെയ്നറിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 1 മാസം ഇരിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചില്ലെങ്കിൽ എത്ര നാൾ വേണമെങ്കിൽ ഇരിക്കുന്നതാണ് അമ്മ പറയുന്നത്. ഇതെന്താ അമ്മ? ബിരിയാണി കൈത. എന്താ സാധനം നോക്കട്ടെ. ഇത് ബിരിയാണിയിലിടുന്നത് എന്തിനാത്? സ്മെല്ല് കിട്ടാനോ? നല്ലൊരു ഫ്ലേവർ വരും ബിരിയാണിക്ക്. ആണോ? ഓക്കെ. ഇതൊക്കെ അമ്മയുടെ ടെറസ് ഗാർഡൻ ആണ്. ഇത് പുതിനയില. ഇത് ബിരിയാണിയിലേക്ക് ഇടാനാണോ? ഇവിടെ ഗാർഡൻ ഫ്രഷ് പുതിനയിലയും മല്ലിയിലയൊക്കെയാണ്, കറിവേപ്പില ഒക്കെ. ഇപ്പം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവർ തന്നെ ഇവിടെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. കണ്ടോ, ടെറസിന്റെ മുകളിൽ. ഇത് കറിവേപ്പിലയാണ്. അത്യാവശ്യം വലിയൊരു കറിവേപ്പിലയുടെ മരമല്ലേ, ചെടി. കുക്ക് ചെയ്യേണ്ട സമയത്ത് കട്ട് ചെയ്തെടുക്കും. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചീര, ഡ്രാഗൺ ഫ്രൂട്ട്, മുള്ള്, അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ബീൻസും ക്യാരറ്റും സബോളയും ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയില്ലേ ഹൈ ഫ്ലെയിമിലിട്ട്. ഓക്കെ. അതിനകത്ത് എന്തൊക്കെ ഇട്ടിട്ടുണ്ട്? ഉപ്പ് മാത്രം. ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കണം. അല്ലാണ്ട് വെന്ത് പോരുത്, ചെറുതായിട്ട് ഇങ്ങനെ ക്രിസ്പായിട്ടിരിക്കുന്ന പോലെ ഇരിക്കണം. മൂടി വെച്ച് വേവിക്കാനും പാടില്ല. നല്ല തീയിലിട്ട് വേഗം വേവിക്കണം. 4 ഗ്ലാസ് കൈമ റൈസ്. 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം. ഓക്കെ. ഇത് നല്ല പോലെ വെള്ളം ക്ലിയർ ആവണ വരെ നല്ല പോലെ വാഷ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, 2-3 ഏലയ്ക്ക് കൂടെ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിലിട്ട് ക്രഷ് ചെയ്യാം. അതായത് അമ്മ വന്നിട്ട് ചെറിയതായിട്ട് അരിയാനായിട്ട്, അതായത് നമ്മൾ മിക്സിയുടെ കുഞ്ഞു ജാറിനകത്ത് ഇട്ടുണ്ടെങ്കിൽ നല്ലോണം അരഞ്ഞു പോകും. മസാല ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ചതഞ്ഞ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ക്രഷ്ഡായിട്ട് കിട്ടാനായിട്ടാണ് ഈ ചോപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ചതഞ്ഞ് കറക്റ്റ് നല്ല പരുവത്തിന് അത്യാവശ്യം നല്ലോണം കുഞ്ഞു കുഞ്ഞു കുരുകുരുവായിട്ട് അരിഞ്ഞ പോലെ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് റെഡിയായി കിട്ടും. അമ്മയ്ക്ക് ഒന്നും കൂടെ ചതയണം എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ പ്രീതിയുടെ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. പ്രീതിയുടെ. ഇതിന് എത്ര രൂപയമ്മ? 2000 ആണെന്ന് തോന്നുന്നു, അമ്മയ്ക്ക് ഓർമ്മയില്ല. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. അമ്മയുടെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള പാത്രങ്ങളാണ് ഇതൊക്കെ. വളരെ സ്പെഷ്യൽ പാത്രങ്ങളാണ്, ആവശ്യത്തിന് മാത്രം എടുക്കുന്ന. അമ്മയ്ക്ക് ഭയങ്കര ക്ലീനിങ് ആണ്. ഓരോന്നെടുത്ത് കഴിയുമ്പോഴേക്കും തുടച്ച് ക്ലീൻ ചെയ്ത് കുക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് കുറച്ച് സമയം പോകും. ഏലക്ക, കറിയാമ്പൂ, തക്കോലം, പട്ട,
കുറച്ച് ജാതിപത്രി. ജാതിപത്രിക അമ്മയുടെ വീട്ടിൽ അവർക്ക് താണിക്കൊടുത്ത് അമ്മയുടെ വീട്ടിൽ ജാതിപത്രികയുടെ കൃഷിയുണ്ട്. പക്ഷെ റെഡ് കളറിലല്ല അമ്മ ഇരിക്കുക. റെഡ് ഇരുന്ന് പഴകുമ്പോഴാണ് ഈ യെല്ലോ കളറിലേക്ക് വരുന്നപ്പോഴാണ് അതിന് വില കൂടുതൽ. പട്ടയും താണിക്കൊടുത്ത് അവിടെ പറമ്പിൽ മരത്തിൽ നിന്ന് വെട്ടിയെടുക്കുന്നത്. ഇത് 20 മിനിറ്റ്സ് നമ്മൾ വെള്ളത്തിൽ വെച്ച അരിയാണ്. അപ്പോൾ അതിൻ്റെ വെള്ളം വാറ്റി അതുപോലത്തെ ഒരു അരിപ്പ പോലത്തെ പാത്രത്തിലിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വെള്ളം കൂടെ ഇറങ്ങിപ്പോവും. ആദ്യം നമ്മൾ വെജിറ്റബിൾസ് പകുതി ഓയിലും പകുതി നെയ്യും ആയിട്ടുള്ളതിനകത്ത് വഴറ്റിയെടുത്തത്. അരി 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ്. ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ക്രഷ് ചെയ്തെടുത്തത്. ഓണിയൻ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് ആദ്യം എടുത്ത് വെച്ച ഓണിയൻ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചത്. പകുതി ഗീലും പകുതി ഓയിലും കൂടെ കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഫ്രൈ ചെയ്ത് വെച്ചത്. പിന്നെ തൈര് ഇതിലേക്കാണോ അമ്മ അല്ല സലാഡിലേക്കാണോ? അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളം ആദ്യം തിളപ്പിച്ചെടുക്കണം. അമ്മ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, ഇതിലുണ്ടാക്കുമ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാൽ പോരെ? തിളച്ച വെള്ളം വേണം അരിയിലേക്ക് ഒഴിക്കാൻ. ഓ അതിനകത്ത് പച്ചവെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ പാടില്ല. നാരങ്ങയുടെ ജ്യൂസ്. എന്തിനാ നാരങ്ങ ജ്യൂസ് ഒഴിക്കുന്നത്? അത് റൈസ് ഒട്ടി പിടിക്കാതിരിക്കും. അമ്മയുടെ കിച്ചൺ ഭയങ്കര സംഭവമാണ്. പക്ഷേ നമുക്ക് ഇതിനകത്ത് എല്ലാത്തിലും കയറി പെരുമാറാനുള്ള പെർമിഷൻ ഇല്ല. കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ചീത്ത. നെയ്യ് എത്ര സ്പൂണാണ് ഒഴിക്കേണ്ടത്? അധികം ഒഴിക്കില്ല. നമ്മുടെ വീട്ടിലെ ആട്ടിയ വെളിച്ചെണ്ണ. ഓക്കെ. ഇവരെല്ലാം ഓർഗാനിക് ആണ് കേട്ടോ. വീട്ടിലാട്ടിയ വെളിച്ചെണ്ണ, വീട്ടിലുണ്ടാവുന്ന പച്ചമുളക്, വീട്ടിലുണ്ടാവുന്ന കറിവേപ്പില, വീട്ടിലുണ്ടാവുന്ന പച്ചക്കറികൾ, അങ്ങനെ എന്ന് തുടങ്ങി ഇവിടെ മാക്സിമം സാധനങ്ങൾ സ്പൈസ് തൊട്ട് പറ്റുന്നതൊക്കെ വീട്ടിലുണ്ടാക്കുന്നതാണ്. ഇവർക്ക് പറ്റാത്തത് മാത്രമേ കടയിൽ വാങ്ങിക്കലുള്ളൂ. ഓക്കെ. എല്ലാം എല്ലാ സ്പൈസും ഇടാം. എണ്ണയും നെയ്യും ചൂടായി വരുമ്പോൾ അതിലേക്ക് എല്ലാ സ്പൈസും ഇടണം. ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കുക. ആക്ച്വലി ഗീലും ഓയിലും ഈ പറയുന്ന സ്പൈസസും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി ആകുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ആക്ച്വലി അമ്മയുടെ ഒരു കണക്ക് കൂട്ടലനുസരിച്ച് ബിരിയാണിയായി ഫുഡ് കഴിക്കേണ്ട സമയം കഴിഞ്ഞു പോയല്ലേ അമ്മ? മിണ്ടുന്നില്ല അമ്മ, മിണ്ടുന്നില്ല. ഇതാണ് നമ്മുടെ ലക്ഷ്മിയക്ക, ഞങ്ങളുടെ വീട്ടിലെ ലക്ഷ്മിയക്ക. ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഇതെന്റെ യൂട്യൂബ് ചാനലാണ് ലക്ഷ്മിയക്ക. അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് അമ്മ ഒരു വീഡിയോയിലൊന്നും പറയുന്നില്ല ലക്ഷ്മിയക്ക. അമ്മയ്ക്ക് നാണം. ലക്ഷ്മിയക്ക തമിഴാണ്, പക്ഷെ ഇവിടെ വന്ന് നല്ലോണം മലയാളം പഠിച്ചു. എത്ര നാളെ ഇവിടെ വന്നിട്ട്? 28 കൊല്ലം കഴിഞ്ഞു. നല്ലോണം മലയാളം അറിയാം? പറയുന്നതെല്ലാം മനസ്സിലാവും, തിരിച്ചും പറയാനറിയാം. അതെ അതെ. ലക്ഷ്മിയൊക്കെയാണ് ഇവിടെ അമ്മയുടെ റൈറ്റ് ഹാൻഡ്. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര നാണാണ്. അമ്മ യൂട്യൂബിന്റെ അടുത്ത് പറയാൻ പറഞ്ഞിട്ട് അമ്മ ഒന്നും പറയുന്നില്ല. അമ്മ എങ്ങനെയാണ്? അമ്മ ഇങ്ങനെ പാവാണോ? അത്ര പാവൊന്നുമില്ല, കുറച്ചൊക്കെ. ഇവിടെ റൈസ് ഇട്ട് അമ്മ ഇപ്പുറത്ത്. ഇതൊക്കെ എന്തിനാ ഉപയോഗിക്കണം? ഇതൊക്കെ അതിലിടൂ. കുറച്ച് ഒഴിക്കാം ഫ്ലേവർ വരാനായിട്ട്. റോസ് വാട്ടർ ഒക്കെ ഒഴിക്കും. അത് ഫുഡ് ഗ്രേഡാണ്. അത് ആണോ? ഇത് ഫുഡ് ഗ്രേഡാണ് ഡാബറിന്റെ. ഓ ഫുഡിൽ ഉപയോഗിക്കുന്ന റോസ് വാട്ടർ ഉണ്ടല്ലേ? ഓക്കെ. ഞാൻ കരുതി മുഖത്തിടുന്നതാണ്. നമ്മ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഈ അരിക്ക് ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. ഓക്കെ. ഈ ഉപ്പിട്ടാ പോരെ? കല്ലുപ്പന്നെ ഇടണോ? ടേസ്റ്റ് അതാണ്. കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ കല്ലുപ്പ് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ, അതിന്റെ കണക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ കുറച്ചിട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഇതിൻ്റെ വെള്ളത്തിലൊരു ഇച്ചിരി കൂടുതൽ നിൽക്കണം. ഓക്കെ. ഇതാണ് അമ്മ പറയുന്ന ഈ ബിരിയാണി കൈത എന്ന് പറയുന്ന സാധനം. ഇതിനെന്ത് ചെയ്യണമെന്ന്? ഇതിങ്ങനെ ചുരുട്ടി ഇതിൽ വെച്ച് കൊടുക്കുക. വേവുമ്പോൾ നമുക്കത് എടുത്ത് കളയാം. ഓ അങ്ങനെയാണ് ഉപയോഗിക്കുക. ഇതിങ്ങനെ വെച്ചിട്ട് വേവുമ്പോൾ എടുത്ത് കളയും. അതിന്റെ ഫ്ലേവർ അതിലേക്ക് വരും. ഓ കൊള്ളാലോ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കണ്ടു. നല്ല മണം വരുന്നുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഓ മതി. ഇത് വന്നിട്ട് പൈനാപ്പിൾ എസൻസ് ഒരു തുള്ളി, ഗുലാബി മറ്റേ ഫുഡ് ഗ്രേഡിലുള്ള റോസ് വാട്ടർ. നല്ല മണം വരുന്നുണ്ട്. ഭയങ്കര യമ്മി സ്മെല്ല് വരുന്നുണ്ട്. അടച്ചു വെച്ച് തീ കുറച്ചിടുക. സിമ്മിലാക്കിയിടുക. അടച്ച് ഇങ്ങനെ അടച്ചു വെക്കണം. എത്ര നേരം വെക്കണം അമ്മ ഇങ്ങനെ? ഓക്കെ. ഇതിലൊരു ഹോൾ ഉണ്ടല്ലോ, അപ്പോൾ അത് പോവാതിരിക്കാനായിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ടവൽ വെച്ച് അടച്ച് അതിൻ്റെ മേലെ വന്നിട്ട് അമ്മ ഈ ഹോളിനത് ഇങ്ങനെ മോളി
ഇങ്ങനെ ഇതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അപ്പൊ അത് ദം ചെയ്യണ പോലെ ഞാൻ എങ്ങനെയാണ് ചെയ്യാറ് അത്ര മാത്രമായി കൂടുതലൊന്നും ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞുകൂടാ. പോവാണ്. യോ അത് വെന്ത് കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതായിട്ടില്ല, ഇല്ല, ഇനിയും കുറച്ച് നേരം കൂടി ഇടണം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ അമ്മ കുക്ക് ചെയ്യുമ്പോൾ അമ്മ ഇല്ലാത്ത സമയത്ത് കാഷ്യൂനട്ട് വറുത്ത് വെച്ചതെന്ന് കുറച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ കഴിക്കണം. വെള്ളമൊക്കെ വറ്റി റൈസൊക്കെ അങ്ങനെ വിട്ട് വിട്ട് കിടക്കുന്നു. ഈ ഇല അതിൽ നിന്ന് എടുത്ത് നമ്മൾ മാറ്റണം. ഇത് അതിൻ്റെ എസൻസ് ഇറങ്ങിക്കഴിഞ്ഞു. ഇതൊക്കെ ആരമ്മേനെ പഠിപ്പിച്ചെന്ന്? താണിക്കൊടുത്ത മാമയോ? അമ്മയുടെ ചിറ്റ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത സീക്രട്സ് ആണെന്നാണ് പറയുന്നത്. അമ്മയുടെ അനിയത്തി പഠിപ്പിച്ചു കൊടുത്ത സീക്രട്സ് ആണ്. അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയില, മല്ലിയില, ആവശ്യത്തിനുള്ള നമ്മൾ ഓൾറെഡി വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും, ഗീയിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്രിസ്പി ഒനിയൻ, കാഷ്യൂനട്ടും കിസ്മിസും ഗീയിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനൽ ദം സ്റ്റേജിലാണ്. അപ്പോൾ അമ്മ ഇവിടെ സാലഡിൻ്റെ വർക്കുകൾ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. കാന്താരി മുളകൊക്കെ അരിഞ്ഞിടുന്നുണ്ട് നല്ലോണം. 4 വലിയ ഒനിയനിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ അത്യാവശ്യം ഈ കാന്താരി മുളക് ഇട്ടാലാണ് സലാഡിന് നല്ല ചൊടി ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങളൊക്കെ അത്യാവശ്യം ആൾക്കാരാണ്, നല്ല സ്പൈസി ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. ഇതിലേക്ക് കല്ലുപ്പും ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നല്ല അടിപൊളി വെജിറ്റബിൾ ബിരിയാണി റെഡിയായി. അപ്പോൾ ഏകദേശം ക്രിസ്ത്യൻസിനൊക്കെ എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച തൊട്ട് നോയമ്പ് തുടങ്ങുകയാണ്. നോയമ്പ് തുടങ്ങുമ്പോൾ ചിക്കനും ഫിഷും ഒന്നും യൂസ് ചെയ്യാതെ നോയമ്പ് എടുക്കുന്നവർക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെജിറ്റബിൾ ബിരിയാണിയാണ്. പക്ഷെ അതിനകത്ത് വേണമെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയതോ അല്ലെങ്കിൽ ചിക്കൻ്റെ ഫ്രൈ ചെയ്ത പീസസൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ദം ചെയ്തിട്ടുണ്ടെങ്കിൽ നോൺ വെജ് ഐറ്റം യൂസ് ചെയ്യാം. പറയുമ്പോൾ അടുത്ത് എന്താ ഉണ്ടാക്കി കാണിച്ചു തരാം നമുക്ക്? നീ ഒന്നും ഉണ്ടാക്കത്തില്ല. അമ്മ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന 2-3 ഡിഷസാണ് ഇങ്ങനെ വെജിറ്റബിൾ ബിരിയാണി, പിന്നെ ബീഫ് കട്ട്ലറ്റ് അമ്മയുടെ ഭയങ്കര ഒരു സ്പെഷ്യലാണ്. പിന്നെ ഇതുപോലൊരു സമയത്ത് ഇപ്പോൾ ഇവിടെ നൊയമ്പും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. അത് കഴിയുമ്പോൾ ഒരു വട്ടം ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് കാണിക്കാം. അല്ല അമ്മ? ഓക്കെ അല്ലേ? ഇനി നമ്മുടെ സലാഡിൻ്റെ പണി കുറച്ച് പെൻഡിങ് ഉണ്ട്. കട്ടത്തൈര് ഇതിലേക്ക് ഇടണം. നല്ല അടിപൊളി കട്ടത്തൈരാണ്. ഇത് ബീറ്റ് ചെയ്തിട്ട് വേണ്ടേ മൊഴിക്കാൻ? ശരിയായിക്കോളൂ അല്ലേ? കാണുമ്പോൾ തന്നെ കൊതിയാവുന്ന തൈര്. വാവ്, നല്ല അടിപൊളി സലാഡും. ഞാനധികം സമയം കളയുന്നില്ല. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ കേട്ടോ. ഞാൻ 12 മണിക്ക് കറക്റ്റ് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ഇപ്പം തന്നെ ഇവിടെ സമയം 12:15. ഒരു മൊത്തം എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ? ഒന്ന് പറഞ്ഞേ, പറ. എന്തെങ്കിലും ആൾക്കാർ കേൾക്കട്ടെ അമ്മ, എന്തെങ്കിലും ഒന്ന് പറയും. കുറച്ച് ധൈര്യം വന്നോ? ഇല്ല, ധൈര്യം വന്നില്ല. എന്താ തോന്നുന്നത് അമ്മയ്ക്ക്? ഇനി ചെയ്യണോ അതുപോലത്തെ ഒരു വീഡിയോ? വേണ്ട, എൻ്റെ പണി കഴിയില്ല. മാറി പണിയൊന്നും കഴിയില്ല. അമ്മയുടെ ആദ്യത്തെ വ്ളോഗായിരുന്നു ഗൈസ്. നോക്കട്ടെ, ഞാൻ ടേസ്റ്റ് നോക്കട്ടെ, തരും. ഓക്കെ, അടിപൊളിയാണ് അമ്മ. ഇപ്പൊ ഒക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് അടുത്ത വ്ളോഗ് ചെയ്യണ്ടേ? അപ്പം അമ്മയ്ക്ക് ഒരു വ്ളോഗോട് കൂടെ മതിയായി എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇവിടുത്തെ പാത്രങ്ങളൊക്കെ കഴുകണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം അമ്മ ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഭക്ഷണം കഴിക്കാനായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതുവരെ അൺടിൽ ദെൻ ബൈ ബൈ. അമ്മയ്ക്ക് എത്ര ചെയ്താലും മടുക്കാത്തൊരു കാര്യമാണ് ക്ലീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അമ്മ ഇതെല്ലാം, അമ്മയുടെ മുഖം കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം കഴിഞ്ഞ് അത് അമ്മ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് നീറ്റാക്കി അമ്മയുടെ സ്ഥലമൊക്കെ. ഇനി പോരാ, തുടച്ചത് പോരാന്നാണ് പറയുന്നത്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇവിടെ ക്ലീനിങ് ഇൻ പ്രോഗ്രസ്.